ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യം തന്നെ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായത് കാരണം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. സോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. കാരണം പനീർ ബട്ടർ മസാല ആണല്ലോ. സോ ബട്ടറിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് വേണം. സോ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ടർ മാത്രം ഇട്ടാലും നമുക്ക് അതങ്ങനെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. സാധാരണ ജീരകം ഉണ്ടല്ലോ, ജീരകം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഞാൻ ഇവിടെ ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ടുകൊടുക്കാം. തീരെ കനം കുറച്ചോ അങ്ങനെയൊന്നും അരിയണ്ട. നമ്മൾ ക്യൂബ്സായിട്ട് അങ്ങനെ അരിഞ്ഞാൽ മതി. നമ്മൾ ചില്ലി ചിക്കനൊക്കെ അരിയത്തില്ലേ, ആ രീതിയിൽ അരിഞ്ഞാലും മതി. കാരണം നമ്മളിത് വഴറ്റിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. സോ 2 സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ഇടണമെന്ന് നിർബന്ധമില്ല, കാരണം ഇതെല്ലാം അരച്ച് മാറുന്നതാണ്, അങ്ങനെ ഉണ്ടാകും. പിന്നെ ഒരു 5-6 കാഷ്യൂസും കൂടെ ഇട്ട് കൊടുക്കുക. വലിയ കാഷ്യൂസ് മീൻസ് ഫുള്ളായിട്ടുള്ള കാഷ്യൂസ് ആണെങ്കിൽ 5-6 ഇടുക, അല്ല ഹാഫായിട്ടുള്ളതാണെങ്കിൽ ഒരു 8-10 ഇടുക. കാഷ്യൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി, ഈ തക്കാളിയും ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, അതും സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഈ ബട്ടറിൽ കിടന്ന് ഇതെല്ലാം വഴണ്ട് വരുമ്പോൾ തന്നെ ഒരു അടിപൊളി സ്മെല്ലാണ്. സോ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും നമുക്ക്. സോ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഈ ഒരു പരുവാകുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട്, ഒത്തിരി വേണ്ട, 1 ടീസ്പൂൺ മുളക് പൊടി മതി. ഇട്ടിട്ട് 1 ടീസ്പൂൺ ഇട്ടില്ല, ഒരു 3/4 ടീസ്പൂൺ അത്രയേ ആവശ്യമുള്ളൂ. ഒരുപാട് കളർ എരിവൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ജസ്റ്റ് ഒന്ന് ഒത്തിരി അങ്ങ് മൂത്ത് അത് വേണ്ട. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ആ തക്കാളിയും അതെല്ലാം ഒന്ന് കുക്കാവുന്നിടം വരെ. അപ്പോൾ ഈ ഒരു ലെവലായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഈ വഴറ്റി വെച്ചേക്കുന്ന ഒന്ന് ആറണം. കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയ ഫൈൻ പേസ്റ്റ് ആവണം. ചിലർ പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ അത് അരിച്ചൊക്കെ എടുക്കും. നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ തരിതരിയായിട്ടൊന്നും വരില്ല. അപ്പോൾ അത് അരച്ചെടുത്ത ശേഷം വീണ്ടും ഒരു പാനിലേക്ക്, ഞാൻ ആ പാൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒരു സവാള അല്ലെങ്കിൽ ചെറിയൊരു ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കുഞ്ഞതായിട്ട് അരിഞ്ഞേക്കുന്നു. വലിയ പീസല്ല, ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിടുക. അതൊന്ന് ലൈറ്റായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിന് കുറച്ച് ഒരു 2 ഗ്രാമ്പും 1 ഏലക്കായും ഒന്നിട്ട് കൊടുത്തിട്ട് 2 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ട് ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ആവശ്യമുള്ളൂ. ഒത്തിരി അങ്ങ് നമുക്ക് ചുമന്ന കളറാണ്, നമുക്കൊരു ഓറഞ്ച് കളറാണ് വേണ്ടത്. അപ്പോൾ അത്രയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ പേസ്റ്റിലേക്കാണ്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ പിന്നെ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് തൂത്തിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ അരച്ചെടുത്ത മിക്സ് തന്നെ ഉണ്ടല്ലോ അതിലിട്ട് നമ്മുടെ ഗ്രേവി ഒന്നും വേസ്റ്റ് ആവരുതല്ലോ. ഒരുപാട് വെള്ളം ചേർക്കണ്ട, പക്ഷേ ഒത്തിരി അങ്ങ് ലൂസ് ആവണ്ട. നമുക്കൊരു തിക്ക് പരുവത്തിൽ തന്നെ വേണം നമ്മുടെ ഗ്രേവി. സോ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി എടുത്തിട്ട്, കാരണം അതിലെല്ലാം പറ്റിയിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെ ഇട്ട് ഞാൻ എടുത്തു നമുക്ക് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന്, കുറച്ചും കൂടി തിക്കായിട്ട് തോന്നി നമ്മുടെ ഗ്രേവി, കാരണം ഉള്ളി അരച്ചതൊക്കെ ചേർക്കുമ്പോഴത്തേക്കിന് ഓൾറെഡി തിക്ക് ഗ്രേവി ആയിട്ട് മാറും. സോ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് പോരാ, കുറച്ചും കൂടി ഉപ്പിടണം. നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ഹോൾ സ്പൈസ് ജസ്റ്റ് ഗ്രാമ്പും ഏലക്കയും മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പനീറാണ്, ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്, ഉണ്ടാക്കിയതല്ല.
അപ്പോൾ ആ പനീർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിലരിത് എന്താണ് പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടുമ്പോഴത്തേക്കിന് ഫ്രൈ ചെയ്യാതെ തന്നെ ഇങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇടുക. ഇനി നമുക്ക് പനീർ ഒന്ന് വെന്ത് കിട്ടണം, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇന്നത്തെ ചെയ്യാൻ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചു ജസ്റ്റ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കസൂരി മേത്തി. വളരെ കുറച്ച് മാത്രം കസൂരി മേത്തി എടുത്തിട്ട്, എന്നാൽ ഉലുവയുടെ ഇലയാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഒരു പിഞ്ചെടുത്താൽ മതി. ജസ്റ്റ് കയ്യിലിട്ടിങ്ങനെ ഞെരുടുമ്പോഴത്തേക്കിന് അതിങ്ങനെ പൊടി പോലെയാവും. അതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷ് പെർഫെക്റ്റായിട്ട് ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ കിട്ടും നമ്മുടെ പനീർ ബട്ടറിന്. അപ്പം നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറിക്കാൻ. അപ്പം പനീറൊന്ന് ഇതാവണ്ട, പനീർ വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, അത് ഓൾറെഡി എന്താ പറയുക പെട്ടെന്ന് ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യവും ചെയ്യാനില്ല, ഒരുപാടിട്ട് ഇളക്കമൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ഒന്ന് എടുക്കുകയാണ്, അടിയിലൊന്നും പിടിക്കാതിരിക്കാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ, അതേപോലെ ചിലർ റൈസിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. മീൻസ് നോർത്തിലൊക്കെ റൈസിൻ്റെ കൂടെ കഴിക്കാറുണ്ട്, പൊറോട്ടയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടറും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി. ഇനി ഒരു ബോണസ് പോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഫ്രഷ് ക്രീം. കയ്യിൽ ഫ്രഷ് ക്രീം ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഇട്ടാൽ കറി ഭയങ്കര റിച്ചായിട്ടുള്ള ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഫ്രഷ് ക്രീം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. ഫ്രഷ് ക്രീമിന് പകരം ചിലർ പാലൊക്കെ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യേണ്ട, അതിപ്പോൾ വേറെ ടേസ്റ്റായിട്ട് മാറും. ആഡ് ചെയ്യേ വേണ്ട. ഇത്രയും കാര്യം ചെയ്താൽ തന്നെ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. കറക്റ്റ് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ കയ്യിൽ ഫ്രഷ് ക്രീം അവൈലബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി റിച്ച് ഫ്ലേവറായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.